മനസ്സിലായി. ഇവളെ എന്റെ കിടപ്പുമുറിയിലാക്കി വാതിലടയ്ക്ക്. ഞാൻ അബ്ദുള്ളക്ക് തരാമെന്നിട്ട് 25,000 രൂപ നാളെ രാവിലെ ഓഫീസിൽ നിന്ന് വാങ്ങിച്ചോളൂ. ഭർത്താവിന്റെ കിടപ്പറയിൽ തനിയെ കടന്നു വരുന്നവളാണ് ഭാര്യ. സ്വന്തം ഭാര്യയെ കിടപ്പറയിലാക്കാൻ മറ്റൊരുവനോട് ആവശ്യപ്പെടുന്ന ഭർത്താവിനോട് ആർക്കും ബഹുമാനം തോന്നുകയില്ല. അബ്ദുള്ളയെ മുതലാളി പിൻവാക്കി കളയുന്നു. സാർ അധികമൊന്നും പ്രസംഗിക്കണ്ട. ചെയ്ത ജോലിക്കുള്ള കാശും വാങ്ങി മിണ്ടായിരുന്നാ മതി. നിങ്ങളെ പോലുള്ള മുതലാളിമാർക്ക് പണത്തെക്കുറിച്ചും മനുഷ്യമാംസത്തെക്കുറിച്ചും മാത്രമേ അറിയാവൂ. ലക്ഷത്തിന്റെയും കോടിയുടെയും കണക്കേ പറയൂ. പക്ഷെ ആ കണക്കുമായിട്ടൊന്നും ബന്ധമില്ലാത്ത വലിയൊരു കണക്ക് പടച്ചോന്റെ പുസ്തകത്തിലുണ്ട്. ആ കണക്ക് തെറ്റരുതെന്ന് അബ്ദുള്ളയ്ക്ക് നിർബന്ധമുണ്ട്. ഇറങ്ങി പോടാ വെളിയിൽ. കൂലിത്തല്ലുകാരന്റെ ഒരു സദാചാര പ്രകടനം. അബ്ദുള്ളയ്ക്ക് സത്യം അറിയണം. ഇവർ നിങ്ങളുടെ ഭാര്യയോ അതോ വാസുകുട്ടന്റെ ഭാര്യയോ? മറ്റൊരുത്തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവരുന്ന ജോലിയാണോ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത്? അബ്ദുള്ളയ്ക്ക് അത് അറിയണം. സ്വന്തം ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാൻ ഏതെങ്കിലും ഭർത്താവ് വാടക കൊണ്ട് ഏർപ്പാട് ചെയ്യുമോടാ അബ്ദുള്ള? എന്ത് പറയുന്നടി പതിവ്രത ശിരോമണി? ഇപ്പൊ ആർക്കെ മുതലാളി ആരാണെന്ന് എനിക്ക് മനസ്സിലായോ? അവളത് പണ്ടേ മനസ്സിലാക്കി. വൈകി മനസ്സിലാക്കിയത് ഈ അബ്ദുള്ളയാണ്. തെറ്റ് ചെയ്യുന്ന അബ്ദുള്ളയ്ക്ക് തെറ്റ് തിരുത്താൻ അറിയാം. മോളുവ, അബ്ദുള്ള നിന്നെ എത്തേണ്ടടുത്ത് എത്തിക്കും. നീ പറഞ്ഞില്ലേ അബ്ദുള്ള നിന്നെ അനീതിയായി കാണണം. ഇതാ അള്ളാഹുവിനെ സാക്ഷി നിർത്തി അബ്ദുള്ള സത്യം ചെയ്യുന്നു. ഈ നിമിഷം മുതൽ നീ അബ്ദുള്ളയുടെ പെങ്ങളാ. ജീവൻ കൊടുത്തും അബ്ദുള്ളയുടെ പെങ്ങളെ രക്ഷിക്കും.